ഹലോ ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ. നമുക്ക് ഇന്നൊരു കൊഞ്ച് തീയൽ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തതിനകത്ത് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഞാൻ അരച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൊഞ്ച് വേണം, പിന്നെ കൊച്ചുള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ തക്കാളി. ഞാൻ വേറെ എന്താ പറയുക വെജിറ്റബിൾസ് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. കാരണം വേറെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ കൊഞ്ചിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. മുരിങ്ങയ്ക്ക വേണേൽ ചേർക്കാം, പക്ഷെ എനിക്കിവിടെ മുരിങ്ങയ്ക്ക കിട്ടിയില്ല. നമുക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണിത്. ഇനി ഗൈസ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഉള്ളി കുറച്ച് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായി വഴണ്ട് ഗൈസ് നമുക്ക് ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. തക്കാളി ഉള്ളി നല്ലപോലെ വഴണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ വറുത്ത തേങ്ങയിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ഇതിലൂടെ ഒന്ന് കളറിന് വേണ്ടി ചേർത്തതാണ്. കണ്ട നല്ലപോലെ വഴണ്ടി, ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്ന് കഴിയും. ഉള്ളിയും തക്കാളിയും വഴണ്ടു കഴിച്ച് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കൊഞ്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൊഞ്ച് ചേർക്കുമ്പോൾ ഇതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്, അത് ഊറി വന്നോളും. കൊഞ്ചെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ഗൈസ് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഊർന്ന് വരും. അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയലിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ വെള്ളമെല്ലാം ഊർന്ന് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ കൊഞ്ചിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഗ്രേവി വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കുക. നമ്മൾ അരപ്പ് ചേർത്ത ആ പാത്രത്തിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മൾ കൊഞ്ച് തീയിൽ അടച്ചു വെച്ചിട്ട് കുറേ നേരമായി. നമുക്ക് തുറന്ന് നോക്കാം എന്തായെന്ന്. വറ്റി വരുന്ന ഗൈസ്, വറ്റിയിട്ടുണ്ട്. അവിടെ കേശുവാണ് ഗൈസ് ഈ ടീ വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൗണ്ടാണ് ഈ വീഡിയോയുടെ ഇടയ്ക്ക് കേൾക്കുന്നത്. അവനോട് കുറയ്ക്കാൻ പറഞ്ഞാൽ അവൻ കുറയ്ക്കില്ല, അവൻ കൂട്ടി വയ്ക്കും. വെക്കേഷൻ ടൈമല്ലേ, പറയുന്നത് ഒന്നും കേൾക്കത്തില്ല. നമുക്ക് കൊഞ്ച് തീയലായതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന്
നമുക്കൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാകും. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇട്ടാൽ ഒരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കൊഞ്ച് തീയൽ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇത് ചട്ടിയിൽ വെച്ചത് കൊണ്ട് ഇനി കുറച്ച് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വറ്റും, കറിയെല്ലാം വറ്റി വരും. ഇപ്പോൾ ആവശ്യത്തിനുള്ള പരുവാണ്. നമുക്കപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇവിടെ സ്വാദിഷ്ടമായ കൊഞ്ച് തീയൽ റെഡി. എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മൾ ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടപ്പോഴത്തേക്ക് ഗൈസ് നല്ല മണമാണ്. ഇവിടെ നിന്ന് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മണമാണ്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ.